DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 14 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 15-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 16, 17 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇന്ന് 900 രൂപയോളം ഒരു പവന് വർദ്ധിച്ചു. സമീപകാലത്ത് ഒരു ദിവസം മാത്രം ഇത്രയും തുക വർദ്ധിക്കുന്നത് ആദ്യമായാണ്. ആഗോള വിപണിയിൽ സ്വർണത്തിന് തീവിലയാണ്. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും കാണുന്നത്. ഇത്രയും വിലയിലേക്ക് സ്വർണം വളരെ വേഗമെത്തുമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. വില കുതിച്ചുയരുമ്പോൾ വ്യാപാരികളും ആശങ്കയിലാണ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 110 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമിന് 8230 രൂപയാണ് ഇന്നലത്തെ വില. ഒരു പവൻ സ്വർണത്തിന് 65,840 രൂപയും 880 രൂപയാണ് പവന് കൂടിയത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 6,770 രൂപയായി വർദ്ധിച്ചു. 90 രൂപയാണ് വർദ്ധിച്ചത്. വെള്ളിയുടെ വിലയും ഇന്ന് കൂടിയെന്നതാണ് എടുത്തു പറയേണ്ടത്. 110 രൂപയാണ് ഒരു ഗ്രാം വെള്ളിക്ക്. അടുത്ത അറിയിപ്പ്, മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗിനായി അനുവദിച്ച സമയം ഈ മാസം 31-ന് അവസാനിക്കും. ഇനിയും 6 ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് ചെയ്യാനുണ്ടെന്നാണ് കണക്ക്. പഠനത്തിനും ജോലിക്കുമൊക്കെയായി വിദേശത്ത് പോയവർ NRK സ്റ്റാറ്റസിലേക്ക് മാറണം. തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ മസ്റ്ററിംഗ് ചെയ്ത് ഇവർക്ക് ഇവരുടെ റേഷൻ വിഹിതം കൈപ്പറ്റാൻ സാധിക്കും. കാർഡിൽ നിന്ന് പേരും മാറ്റപ്പെടുകയില്ല. ഇത്തരത്തിൽ പുറത്തുള്ളവർ ഇക്കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗിനായി നിരവധി തവണയാണ് തീയതി നീട്ടി നൽകിയത്. മാർച്ച് 31 നിലവിൽ അവസാന തീയതി. ഇനിയൊരു തീയതി നീട്ടൽ ഉണ്ടാകില്ല എന്നാണ് അറിയിപ്പുകൾ. അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭൂമിയുള്ളവർക്കും അതോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യമൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും മാസം 3000 രൂപ ലഭിക്കുന്ന പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കുറവ് കർഷകർ ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് 60 വയസ്സ് മുതൽ 3000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പെൻഷൻ പദ്ധതി കൂടിയാണിത്. ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ്. നമ്മൾ അടയ്ക്കുന്ന തുകക്ക് തുല്യമായിട്ടുള്ളൊരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ തന്നെ നിക്ഷേപിക്കും. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ 3000 വീതം മാസം പെൻഷനായി ലഭിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. അടുത്ത അറിയിപ്പ്, കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ നിന്നും പെൻഷനും അതുപോലെ തന്നെ കുടുംബ പെൻഷനും അവശത പെൻഷനും ഒക്കെ കൈപ്പറ്റുന്നവർ 2025 വർഷത്തിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് 31-നകം തന്നെ സമർപ്പിക്കണം. നാട്ടിലുള്ള പെൻഷൻകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകണം. തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ്, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ്, മലപ്പുറം ജില്ലയിലുള്ള ലൈസൺ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ട് ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകാനും സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.